തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 9-ാം ദിനം. ശിശിര രാവിൽ മഞ്ഞുള്ള ആ രാത്രിയിൽ നക്ഷത്ര വിളക്കുകളുടെ അകമ്പടിയോടെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായി ദരിദ്രരിൽ ദരിദ്രനായി ലോകരക്ഷകനായ ഈശോ തമ്പുരാൻ ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ വന്നു പിറന്നതാണല്ലോ പിന്നീട് ക്രിസ്മസായി മാറിയത്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ക്രിസ്മസ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, ജീവിത അനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തു വന്ന് പിറക്കുമ്പോഴാണ് നമുക്ക് ഒരു ക്രിസ്മസ് ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതാവസ്ഥ എന്തായിരുന്നാലും അവിടേക്ക് ഈശോയെ ക്ഷണിക്കുവാൻ നാം തയ്യാറായാൽ, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു വന്ന് പിറക്കും. സക്കൈവസിന്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് അവന്റെ തിരിച്ചറിവിന്റെ തീൻമേശയിലായിരുന്നു. ഭാവിയായ സ്ത്രീയുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് പുരുഷാരി പറഞ്ഞ കൽക്കൂമ്പാരങ്ങൾക്കിടയിലും. തർക്കിച്ച് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ ഇടയിൽ ക്രിസ്തു വന്ന് പിറന്നത് അവരുടെ കണ്ണുകൾ പ്രകാശിച്ചത് വഴിയോരത്ത് വച്ചായിരുന്നു. തീർച്ചയായും ഇവൻ ദൈവത്തന്നാണ് എന്ന് ശതാധിപൻ ഏറ്റുപറഞ്ഞപ്പോൾ കാൽവരി മറിയിൽ വെച്ചാണ് ശതാധിപന്റെ ജീവിതത്തിൽ ക്രിസ്തു വന്ന് പിറന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അവിടേക്ക് നാം ഈശോയെ ക്ഷണിക്കുവാൻ തയ്യാറാകണം. പാവിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ക്രിസ്മസ് നാളുകളിൽ നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് ക്ഷമ ചോദിക്കാം. നമ്മെ വേദനിപ്പിച്ചിട്ടുള്ളവരോട്, നാം തെറ്റ് ചെയ്തിട്ടുള്ളവരോട് നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ നമ്മുടെ അയൽ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൽ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു വന്ന് പിറക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ആ തെറ്റുകൾ ഏറ്റുപറയുവാൻ തയ്യാറായാൽ, ആ തെറ്റുകൾ ഒന്ന് തിരുത്താൻ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വന്ന് പിറക്കും. തിരുപ്പിറവിയുടെ ആ രാവിലേക്കായി നമുക്ക് കാത്തിരിക്കാം. സ്തുതിയായിരിക്കട്ടെ.